സൂപ്പറല്ലേ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലായിടത്തും നല്ല മഴയൊക്കെ ആയിരിക്കും. ഇങ്ങോട്ടും നല്ല മഴയൊക്കെ തന്നെയാണ്. ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയാണ്. ഒരു മഴയ്ക്ക് ഒരു റെസ്റ്റില്ലാത്തൊരു മഴയാണ് ഇങ്ങോട്ട് പെയ്തത്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പുറവശം കണ്ടോ, അവിടെയൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാവുണ്ട് കേട്ടോ, ആ പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ മണ്ണിടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നേക്കണം കേട്ടോ. മുഖക്കുരു മാറാനും ചുളിവുകൾ മാറാനും മുഖത്തിൻ്റെ കറുത്ത പാടുകൾ മാറാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് രണ്ട് സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. അതിലൊരു സംഭവം ഞാൻ പറയാം, വെളിച്ചെണ്ണയാണ്. പിന്നെ ഒരു സാധനം ഞാൻ പറയത്തില്ല കേട്ടോ, അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതോ കറ്റാർ വാഴ. കറ്റാർ വാഴയും കൂടെ ഞാൻ രാവിലെ പറിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കറിയൊക്കെ പോയി നല്ലത് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറ്റാർ വാഴയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചുള്ള ഫേസ് മാസ്കാണ് ഇന്ന് നമ്മുടെ മുഖത്തിലും കഴുത്തിലും ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേഗം ഒന്ന് തയ്യാറാക്കാം അല്ലേ. കറ്റാർവാഴയുടെ കറയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകി എടുത്തതാണ്. അല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരും, ചുമന്ന് തടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിങ്ങനെ അങ്ങ് ചെത്തി കൊടുക്കാവേ. നമുക്കിതിങ്ങനെ അങ്ങ് എടുക്കാം. നിങ്ങളിങ്ങനെയാണോ കറ്റാർവാഴ ജെല്ല് എടുക്കണേ? ഈ കത്തിയില്ലേ, കത്തി വെച്ച് ഇങ്ങനെ അങ്ങ് ചെത്തി കൊടുത്താൽ മതി കേട്ടോ. ഈ ഫോർക്കില്ലേ, സ്പൂൺ ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാവേ. ഇത്ര മതിയാവും കേട്ടോ, ഇത്തിരി ഒന്നും എടുക്കണ്ട. ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു സ്പൂൺ ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഒരു സ്പൂണ് ഇച്ചിരി കൂടെ അധികം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് മതി കേട്ടോ. ഇത് കട്ടയായിട്ടിരിക്കല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കട്ടയൊക്കെ മാറ്റി കൊടുക്കാം. കറ്റാർവാഴ ശരിക്കും കട്ടയായിട്ടായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്തു കേട്ടോ. അപ്പം നോക്കി ഇതുപോലെ വെള്ളം പോലെ ആയിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി. ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കായിരുന്നേ. അപ്പോൾ ഇത്ര വേണ്ടുള്ളൂ. പിന്നെ മിക്സിയിൽ അടിക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചങ്ങ് കൊടുത്താൽ മതി. ഇപ്പം ശരിയായി കേട്ടോ. ഇപ്പം ശരി. ഇപ്പോൾ ഇതാ 2 സ്പൂണ് കറ്റാർവാഴ ജെല്ലുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കട്ടയായിരുന്നല്ലോ, അത് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്തപ്പോൾ ഇത് 2 സ്പൂണായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് 1 സ്പൂണ്, ഇത് 1 സ്പൂൺ, അങ്ങനെ 2 സ്പൂണുണ്ട്. അപ്പോൾ 2 സ്പൂൺ കറ്റാർവാഴ ജെല്ലും നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ അത് 1 സ്പൂണും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ 2 സ്പൂണ് കറ്റാർവാഴ ജെല്ലും 1 സ്പൂണ് വെളിച്ചെണ്ണയും, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. കറ്റാർവാഴ ഇങ്ങനെ കട്ട പോലെയൊക്കെ ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഇതും കൂടി മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. കുറച്ച് നേരം എടുത്ത് നമുക്കിതാ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാതെ
ഇത്തിരി നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് മുഖത്ത് തേക്കാവേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇത് നമുക്ക് മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കാവേ. എന്നാലും തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണേ. ഇത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. മുഖം നന്നായിട്ട് കഴുകണേ. ഞാൻ മുഖം നന്നായിട്ട് കഴുകി മുഖം കഴുത്ത് തുടച്ചു കൊടുത്തു. ചൂടൻ വെള്ളം കൊണ്ട് തുടച്ചു കൊടുത്തു കേട്ടോ. അപ്പം നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി ഇട്ടകത്ത് കയറുക. ഉണ്ണിക്കുട്ടന് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക, വണ്ടി കയറി കളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കയറുക, നീ കയറുക. തേച്ച് കൊടുക്കാവേ. കറ്റാർവാഴ നല്ല അടിപൊളിയൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല ഡ്രൈനെസ്സൊക്കെ മാറാനും മുഖക്കുരു മാറാനും കറുത്ത പാടുകൾ പോകാനും എന്തിനു വേണ്ട കരിമംഗലം മാറാൻ തന്നെ അടിപൊളി സാധനമാണ് ഈ കറ്റാർവാഴ. അയ്യോ പൊട്ട് മാറ്റാൻ മാറുന്നു ഞാൻ. സാരമില്ല. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്. അപ്പോഴത്തേക്കും കാക്കയായി വരുന്ന കാക്കത്തമ്പുരാട്ടി ഒരു പക്ഷിയില്ലേ, കാക്ക പോലെ ഇരിക്കുന്ന സംഭവം, ഞാൻ കാക്കത്തമ്പുരാട്ടിന്ന് പറയുന്നത്, അതുണ്ട്. പിന്നെ കുറേ കിളികളുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇരുന്ന് കലവില. ഇവിടെയാണ് രാവിലെ കറണ്ട് പോക്കും വരെ തന്നെ. ഇപ്പോഴും പോയിട്ടോ. എന്താണെന്നറിയില്ല. ഇവിടുത്തെ ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ കറണ്ട് കട്ടിങ്. മഴക്കാലായാലും വേനൽക്കാലായാലും കറണ്ട് കട്ടിങ്ങിന് ഒരു കുറവില്ല. ഇനി കഴുത്തി തേച്ച് കൊടുക്കാവേ. കട്ടി അടിക്കുന്നുണ്ടോ? ഒന്നും കുഴപ്പമില്ലെന്നേ. വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഈ ഈ കഴുത്തിൻ്റെ പുറത്ത് ഞാൻ തേക്കണില്ല കേട്ടോ. കാരണം എൻ്റെ ഡ്രസ്സിൻ്റെ കഴുത്തൊക്കെ ചെറുതാണ്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് മാറ്റുന്നില്ല. ഞാൻ കഴുത്ത് ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഉണ്ണി ഇങ്ങ് കയറി വാട്ടാ. മുറ്റത്ത് ഇറങ്ങി പോവല്ലേ. മഴ പെയ്തുകൊണ്ടിരിക്കുക. ഉണ്ണിക്കുട്ടനെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനിവിടെ ഞാൻ എന്തെങ്കിലും പാക്ക് ഇടുമ്പം ചില സമയത്ത് അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ അവൻ ഉറങ്ങിക്കഴിയുമ്പോഴേ ഇതുപോലൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലേ. വെളിച്ചെണ്ണ തന്നെ മുഖത്ത് മസാജ് ചെയ്യുമ്പോൾ തന്നെ മുഖം നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കറ്റാർവാഴ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. തേച്ച് കഴിയുമ്പോൾ ചുമ്മാ തേച്ച് പിടിപ്പിക്കരുത്. നമുക്കിത് തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെറ്റിയിൽ, കഴുത്തിൽ, കവിളിലൊക്കെ മസാജ് ചെയ്യുക. ഭയങ്കര മഴയാണ്. മഴ കാരണം ഒരു രക്ഷയില്ല. ഞാൻ പറയണ വല്ലതും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കഴുത്തിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറുത്ത പാട് പോകാനും ചുളിവുകൾ പോകാനൊക്കെ നല്ലതാണ്. മുക്കുരുള്ളവർക്കും വരണ ചർമ്മക്കാർക്കും നോർമൽ സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളി പാക്കാണ് കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം മതി കേട്ടോ. ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പം കാണാവേ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതാ ഇളം ചൂടും വെള്ളത്തിൽ ഇതുപോലത്തെ കോട്ടൺ തുണി എടുത്ത് മുഖം ഒന്ന് തുടച്ച് കളയാണ്. ഭയങ്കര മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ മഴ തന്നെ. ഒരു രക്ഷയില്ല കേട്ടോ. ഇളം ചുടുവെള്ളത്തിൽ വേണം മുഖം തുടച്ച് കളയാനേ. അത് മറക്കല്ലേ കേട്ടോ.
2 അല്ലെങ്കിൽ 3 തവണ മാത്രം ഇത് ഉപയോഗിക്കുക കേട്ടോ. നോക്കി തുടച്ച് കളയുമ്പോൾ മാറ്റം കണ്ടോ നിങ്ങൾ? നോക്കി സ്കിന്ന് നല്ല ഭംഗിയില്ലേ? കണ്ടോ? ചകർന്നിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ? നമ്മുടെ കവിളിൽ പ്രത്യേകം മനസ്സിലാവും കേട്ടോ, എടുത്തറിയാൻ പറ്റും. നെറ്റിയിലൊന്നല്ല, കവിളിലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് മനസ്സിലാകാൻ പറ്റുള്ളൂ. നോക്കി ഞാൻ ചിരിക്കുമ്പോൾ നോക്കണേ. കണ്ടോ? അടിപൊളിയാട്ടോ, അടിപൊളി സംഭവം ഇത്. നമ്മുടെ എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്നതാണ്. ഇന്ന സ്കിന്നുകാർ ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും പറ്റും. അയ്യോ, മഴ വരുമ്പോഴേ പേടിയാവോ ഈശ്വരാ, എൻ്റെ ഉരുള് പൊട്ടുമാവോ, അതുപോലത്തെ മഴയാണ് പെയ്യണേ. ഇന്ന് സ്കൂളിൽ ചിലപ്പോൾ നേരത്തെ വിടാൻ ചാൻസ് ഉണ്ട്. പിള്ളേരെ കൂട്ടാൻ പോകേണ്ടി വരും. തോടും പുഴയൊക്കെ ഉള്ള സ്ഥലമാണേ, അപ്പോൾ പിള്ളേർക്ക് വരാൻ പേടിയായിരിക്കും. അന്നേരം ഞാൻ കൂട്ടാൻ പോകും കേട്ടോ. അതാ തുടച്ച് മാറ്റിയിട്ടുണ്ട്. എന്താ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം കേട്ടോ. കണ്ടോ? സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. പിന്നെ എനിക്കിത് വേറെ സാധനം ചെയ്യാനുണ്ട്. എൻ്റെ കൈമുട്ടിലെ കറുപ്പ് കണ്ടോ, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ക്രബ് ചെയ്തില്ലായിരുന്നോ? ആ ചെറുനാരങ്ങയും പഞ്ചസാരയും വെളിച്ചെണ്ണയും ചേർത്ത് സ്ക്രബ് ചെയ്തില്ലേ? ആ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല നമ്മൾ ഇവിടുത്തെ കറുത്ത പാടും പോകും. അത് മാത്രമല്ല പരുവരുക്കളൊക്കെ മാറും കേട്ടോ കൈമുട്ടിലൊക്കെ. അപ്പോൾ അത് ഇന്ന് ചെയ്യാൻ പോവാണ്. മിനിങ്ങാന്നാണ് ഞാൻ സ്ക്രബ് ചെയ്തത് കേട്ടോ. മിനിങ്ങാന്നാണ് നമ്മൾ പാക്ക് ചെയ്തത്. പാക്ക് ഇട്ടത് മിനിങ്ങാന്നാണ്, അന്നേരമാണ് സ്ക്രബും ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ സ്ക്രബ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല മാറ്റമുണ്ട്. ആ ഇരുണ്ട കളറൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഞാൻ പറയായിരുന്നു ആ ഇവിടെയൊക്കെ നോക്കി ആ കൈമുട്ടിനേക്കാളും കറുപ്പ് കൂടുതൽ ഈ കൈമുട്ടിലാണ്. കണ്ടോ? അപ്പം ഇന്ന് ഞാൻ സ്ക്രബും കൂടെ ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ മുഖത്തേക്ക് നല്ല മാറ്റമുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാനിതാ പഞ്ചസാരയും വെളിച്ചെണ്ണയും ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ മഴ കുറയണ ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനി എന്തെങ്കിലും വരച്ച് വെക്കുന്ന തോന്നണം. നമുക്കിതാ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്യാവേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ കൈ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് കൈമുട്ടിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്തായിരുന്നേ. ഇനി ഒരു 15 മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെക്കിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് കഴുകി കളയുന്നത്. മഴ കുറയണമെന്ന് ഒരു ലക്ഷണം പോലും ഇല്ല കേട്ടോ. ഭയങ്കര മഴ തന്നെയാണ്. മഴ ഇങ്ങനെ കൂടുന്നു, ചെറുതായിട്ടൊന്ന് കുറയുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഇരട്ടിയാട്ടോ മഴ പെയ്യണത്. അപ്പോൾ എന്തായാലും മഴ നോക്കി ഞാൻ ഇരിക്കണം. ഏതായാലും അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കറണ്ട് വെട്ടമില്ല വെളിച്ചമില്ലാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ മുറ്റത്ത് വീഡിയോ എടുക്കാനാണ് തീരുമാനിച്ചത് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നിൻ്റെ മുഖത്ത് മാറ്റം കണ്ടോ നിങ്ങൾ? നല്ലൊരു തിളക്കമില്ലേ? ഈ കവളൊക്കെ നോക്കിക്കേ, നല്ല തിളക്കമില്ലേ? നല്ല അടിപൊളിയാണ്. ഞാൻ ഇപ്പോഴും കൂടെ പറഞ്ഞിരിക്കും, കാരണം നല്ല അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം തുടച്ച് കളയുമ്പോൾ നോക്കണം, ഇവിടെയൊക്കെ കണ്ണിൻ്റെ സൈഡിലൊക്കെ എണ്ണമയം ഉണ്ടാവും. അപ്പോൾ വെള്ളം കൊണ്ടൊക്കെ പതുക്കെ തുടച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം എണ്ണമായിട്ടിരിക്കില്ല. അപ്പോൾ എനിക്കങ്ങനെ എണ്ണമായി അങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ തുടച്ച് കളയുക. അതുകൊണ്ടാണ് എൻ്റെ കാര്യം പറഞ്ഞത്. 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാനിത് കയ്യിലൊക്കെ തുടച്ച് മാറ്റുവാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ മിനിങ്ങാന്ന് എടുത്തതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശദമായിട്ട് രീതിയൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ. എന്നാലും സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് നോക്കിയാൽ മാറ്റം നോക്കിയേ, നല്ല മാറ്റമുണ്ട്. കൈമുട്ടിലല്ല കാൽമുട്ടിലെ കറുപ്പൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ നമ്മൾ കണങ്കാലൊക്കെ ഇല്ലേ, കണങ്കാലിലെ കറുപ്പ് ചെരുപ്പൊക്കെ ഇട്ട് കിടക്കുമ്പം കറുത്ത പാടൊക്കെ വരുമല്ലോ, അതൊക്കെ പോകാനൊക്കെ നല്ലതാണ്. ഉണ്ണീസിൻ്റെ പാട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീമോ അതല്ല
പിന്നെ ഗ്ലിസറിനോ റോസ് വാട്ടർ ഇതുകൂടി മിക്സ് ചെയ്ത് തേച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും ചെറിയ ടിപ്സുകളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. മഴ കാരണം ഞാൻ എത്രയും പെട്ടെന്ന് അകത്തോട്ട് കയറിപ്പെടാം, കാരണം ഇവിടെയൊക്കെ വെള്ളമായിട്ടിരിക്കുകയാണ്, ഈറനായിട്ടിരിക്കുക. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.